ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചിക്കൻ റോൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇതുപോലെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇളക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതാണ് കുഞ്ഞിവിടെ നിന്ന് ഫോർക്കിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആവശ്യമായ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് ഇതുപോലെ അതിൻ്റെ സൈഡ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്യുമ്പോൾ പിന്നെ ഓവറായിട്ട് കട്ട് ചെയ്ത് കളയരുത്, കാരണം നമുക്ക് റോൾ ചെയ്യുമ്പോൾ തികയാതെ പോകും ചിലപ്പോൾ. അപ്പം ഞാനൊരു ഇത്രയും പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനിയും ഒരു അപ്പച്ചെമ്പ് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ ടൈം ഒന്നും ഇരുന്ന് ആവി കയറ്റരുത്. അങ്ങനെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് അങ്ങ് വെന്തു പോകും. പിന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കുമ്പോൾ ശരിയാവില്ല. ഈ ആവി കയറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മൾ ബ്രെഡ് ഈ ചിക്കൻ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങൾക്കൊക്കെ റോൾ ചെയ്യാൻ എടുക്കുമ്പോൾ ചിക്കൻ നല്ല ഫിംഗർ സൈസിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഒരുപാട് തിക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ചിക്കൻ വേവില്ല, ഉള്ളൊന്നും വേകാത്ത പോലെ ഇരിക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇനി നമുക്കിതിന് ആവശ്യമായ ബാറ്ററാണ്. കുറച്ച് മൈദയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കട്ടയില്ലാതെ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ ബാറ്ററിൽ മുക്കി പൊരിക്കുമ്പോഴത്തേക്ക് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് ഈ മാവ് ഇങ്ങനെ ഇരിക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തു. ചില്ലി ഫ്ലേക്സ് ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയും കൂടെ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. റസ്ക് വേണമെങ്കിൽ റസ്ക് എടുക്കാം. വീട്ടിൽ എന്താണോ റസ്ക് ആണോ ബ്രെഡാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോന്ന് മുക്കി മാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് മുക്കി മാറ്റി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരും ഹെൽപ്പിനില്ലെങ്കിൽ നമുക്ക് വീണ്ടും കൈ കഴുകണം, തവിയിൽ പിടിക്കുമ്പോൾ എല്ലായിടത്തും ആകും, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളിതെല്ലാം കൂടെ മുക്കി അങ്ങ് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമായി. പിന്നെ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാവുന്നതാണ് മെയിൻ കാര്യം. അല്ലെങ്കിൽ പിന്നെ കുക്കിങ്ങൊക്കെ ശരിയാകാതെ വരും. അതേപോലെ അത്യാവശ്യം എണ്ണ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോളാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരുപാട് മസാല, സ്പൈസി, ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റോളിനേക്കാളും എന്തുകൊണ്ടും നല്ല ടേസ്റ്റിയാണ്. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അവർക്ക് ഈവനിങ് ഒക്കെ വരുന്ന ടൈമിൽ ഒരു വെറൈറ്റി സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. എനിക്ക് പേഴ്സണലി ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തന്നെയല്ല ഈസി ടു മേക്കാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതെനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബാക്കി വന്നതോടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണേ. അങ്ങനെ നമ്മളുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സോസ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇനി ബാക്കി വന്ന ചിക്കൻ പീസ് കൂടെ നമ്മൾ ഈ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ്. അത് ഞാൻ വേറൊന്നും ചെയ്തില്ല. ഒരു സ്റ്റിക്കിൽ ഒരു 3 പീസ് വെച്ച് കുത്തി ഈ ബാറ്ററി തന്നെ മുക്കി പൊരിച്ചെടുക്കാൻ പോവാണ്. ഈ കോൺഫ്ലോറും ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ ചേർത്ത് മുക്കി പൊരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന നഗറ്റ്സിൻ്റെ സെയിം ടേസ്റ്റ് ആയിരിക്കും ചിക്കന്. അതേപോലെ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് മുക്കി പൊരിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹാർഡായിട്ടുള്ള ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും. പല്ലില്ലാത്തവർക്കും കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.